നിങ്ങളൊരു കാറൊക്കെ ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഓടിക്കാൻ പാടില്ലാത്തൊരു വണ്ടിയാട്ടത് പറഞ്ഞുതരാം. ഇത് ഫ്രീ ആണോ? എന്നാ കയറി കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജർമ്മൻ കാറാണ്. ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിന്റെ ഗിയർ ബോക്സ് വരുന്നത്. ഇതിലൊരു സ്പോർട്ട് മോഡ് ഉണ്ട്. ഈ സ്പോർട്ട് മോഡിൽ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്താൽ ഒരു 200-220 പോയാലും ഒരു പ്രശ്നമില്ല. ഇതിന്റെ സ്റ്റെബിലിറ്റിയാണ്. എത്ര സ്പീഡ് പോയാലും റോഡിന്മേൽ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു പേടിയില്ലാതെ ഓടിക്കാൻ പറ്റും. ബിൽഡ് ക്വാളിറ്റി അത് എടുത്ത് പറയണം. 0 to 100 എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മോഡ് D5 ആണ്. ഒന്ന് സ്പോട്ടാക്കി തരാം. ഇപ്പോൾ സ്പോട്ടിലാണ്. ഇനി കണ്ടോളൂ 0 to 100 എങ്ങനെ കയറുന്നുള്ളത്. ഇതാ പോരാ കാണിച്ചോ. വാവ്, 60, 100, 120, 140 ഒക്കെ വരും. ഇതാ വരും, പറക്കും വണ്ടി. നിങ്ങളൊരു കാറൊക്കെ ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഓടിക്കാൻ പാടില്ലാത്തൊരു വണ്ടിയാട്ടത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പെർഫോമൻസ് കാറാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. ഇത്രയും അധികം പവറാണ് ഈ ഒരു ചെറുവണ്ടിയിലുള്ളത്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ചിലപ്പോൾ കഴിഞ്ഞൊന്നുമില്ല. ചില ആൾക്കാർക്ക് പറ്റും, പക്ഷെ ഒരു നോർമൽ ആൾക്ക് സാധിക്കൂല. അപ്പോൾ ഞാനിത് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ഫുള്ളി മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു പോളോ GT കിട്ടുകയാണെങ്കിൽ ഒന്ന് ഡ്രൈവ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം.